നമസ്കാരം. എൻ്റെ പേര് സായി കൃഷ്ണ. എൻ്റെ പേര് ഷസാസെ. ആരോഗ്യ മേഖലയിൽ വളരെയധികം പുരോഗതി കൈവരിച്ച കാലഘട്ടത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. ഈ മേഖലയിൽ സജീവ സാന്നിധ്യമായ എടപ്പാൾ ബ്ലോക്ക് ഹെൽത്ത് സൂപ്പർവൈസർ ശ്രീ KM ശ്രീജിത്താണ് ഐഡിയൽ FM ഇന്നത്തെ അതിഥി. ഏറെ സ്നേഹത്തോടെ ഐഡിയൽ FM സ്വാഗതം ചെയ്യുന്നു. സർ, എങ്ങനെയാണ് ആരോഗ്യ മേഖലയിലെ ജോലിയിലേക്ക് എത്തിപ്പെട്ടത്? ആരോഗ്യ മേഖലയിൽ എത്തിപ്പെട്ടത് പഠിക്കുന്ന കാലത്ത് മാഷാവാനാണ് ആഗ്രഹിച്ചത്. പക്ഷെ പിന്നീടാണ് ഈ ഒരു ആരോഗ്യ മേഖലയെപ്പറ്റി മനസ്സിലാക്കിയത്. അപ്പോൾ ആരോഗ്യ മേഖലയിൽ അതിൻ്റെ കോഴ്സ് കൈവരിച്ച് +2 കഴിഞ്ഞിട്ട് അതിൻ്റെ കോഴ്സ് കൈവരിച്ച് നമ്മൾ PSC എഴുതിയിട്ടാണ് നമ്മൾ ആരോഗ്യ മേഖലയിൽ കയറിയിരിക്കുന്നത്. സ്കൂളുകളിൽ കുട്ടികളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനായി ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് എന്തെല്ലാം രീതികളാണ് കൊണ്ടുവന്നിട്ടുള്ളത്? സ്കൂളുകളിൽ നമ്മൾ പ്രധാനമായിട്ടും നമുക്കറിയാം അസുഖങ്ങൾ, പകർച്ചവ്യാധി, അതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടി ബേസിക്കലി കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ബോധവൽക്കരണങ്ങളാണ് നമ്മൾ മെയിനായിട്ട് നൽകുന്നത്. നമുക്കറിയാം, ഒരു അസുഖം വന്നിട്ട് നമ്മൾ ചികിത്സിക്കുന്നതിൽ ഭേദം അസുഖം വരാതെ നോക്കുകയാണ്. അപ്പോൾ ആ ഒരു തീം വെച്ചുകൊണ്ട് തന്നെ എല്ലാ ക്ലാസ്സുകളിലും നമ്മൾ ബോധവൽക്കരണ ക്ലാസ്സുകൾ നൽകാനാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും വ്യക്തി ശുചിത്വം കൊണ്ട് തന്നെ പല അസുഖങ്ങളും നമുക്ക് തടയാൻ വേണ്ടി പറ്റും. പിന്നെ ഭക്ഷണ ശുചിത്വം, തിളപ്പിച്ചാറിയ വെള്ളം മാത്രം ഉപയോഗിക്കുക, ഭക്ഷണങ്ങൾ ഷെയർ ചെയ്യാതിരിക്കുക. പിന്നെ പരിസര ശുചിത്വമില്ലായ്മ കൊണ്ട് തന്നെ ഒട്ടേറെ അസുഖങ്ങൾ നമുക്ക് പിടിപെടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പ്രധാനമായിട്ടും ബോധവൽക്കരണ ക്ലാസ്സുകൾ നൽകുക എന്നതാണ്. അസുഖം വരാതിരിക്കാൻ വേണ്ടിയുള്ള ബോധവൽക്കരണ മുൻകരുതൽ നടപടികൾ എന്തൊക്കെയാണോ അതൊക്കെ നൽകുക എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് പ്രാധാന്യം നൽകുന്നത്. ഈ കാലഘട്ടത്തിൽ ആരോഗ്യ മേഖലയിൽ നേരിടുന്ന പ്രതിസന്ധികൾ എന്തെല്ലാമാണെന്ന് പറയാമോ? ഈ കാലഘട്ടത്തിൽ ആരോഗ്യ മേഖല ഒട്ടേറെ പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് 1 by 1 ആയിട്ട് നമുക്ക് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്ന് പറയുമ്പോൾ പകർച്ചവ്യാധികളാണ്. ഓരോരോ സമയത്ത് പ്രത്യക്ഷപ്പെടുന്ന പകർച്ചവ്യാധികൾ, പല രീതിയിലുള്ള പകർച്ചവ്യാധികളുണ്ട്. ഇപ്പോൾ വിശദീകരിച്ച് പറയുന്നില്ലെങ്കിലും ഒട്ടേറെ അസുഖങ്ങൾ ഓരോ സമയത്തായിട്ടാകുമ്പോൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. നിപ്പ പോലെയുള്ള അസുഖങ്ങൾ, അതുപോലെ തന്നെ ഡെങ്കി പോലെയുള്ള അസുഖങ്ങൾ, മഞ്ഞപ്പിത്തം, ജലജന്യ രോഗങ്ങളായിട്ടുള്ള മഞ്ഞപ്പിത്തം, അങ്ങനെയുള്ള അസുഖങ്ങളാണ് പകർച്ചവ്യാധികൾ പ്രധാനമായിട്ടും. പിന്നെ അതുകൂടാതെ പകർച്ചവ്യാധി അല്ലാത്ത അസുഖങ്ങൾ, ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുമ്പോൾ പകർച്ചവ്യാധി ഏതെങ്കിലും സമയത്ത് മാത്രം, കാലാവസ്ഥേൻ്റെ ഇതിന് മാത്രമാണ് കൂടുതലായിട്ട് പ്രത്യക്ഷപ്പെടുന്നത്. അതേ സ്ഥാനത്ത് ജീവിതശൈലി രോഗം എന്ന് പറയുമ്പോൾ ഏതാണ്ട് എല്ലാ സമയത്തും, കാലാവസ്ഥയൊന്നും നോക്കാതെ എല്ലാ സമയത്തും ഏതാണ്ട് എല്ലാ വീടുകളിൽ എന്ന് പറഞ്ഞതുപോലെ ഉണ്ടാകുന്ന ഒരു അസുഖമാണ്, ഇപ്പോൾ നിലവിലുള്ള ഒരു അസുഖമാണ് ജീവിതശൈലി രോഗങ്ങൾ. അത് ചുരുക്കി പറയുമ്പോൾ അത് ബ്ലഡ് പ്രഷറാകാം, ഡയബറ്റിക് ഷുഗറാവാം, ക്യാൻസറാവാം, ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖമാകാം, പിന്നെ കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖങ്ങളാകാം. അതുപോലെയുള്ള അസുഖങ്ങളാണ് പ്രധാനമായിട്ടും ജീവിതശൈലി രോഗങ്ങൾ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെയുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ വാക്സിനേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലൊക്കെ നമ്മൾ വാക്സിനേഷൻ കൊണ്ട് തടയാൻ പറ്റുന്ന കുറേ അസുഖങ്ങളുണ്ട്. ആ അസുഖങ്ങൾ കുറച്ച് ചുരുക്കം ചില ആൾക്കാർ നമ്മൾ സമൂഹത്തിൽ വാക്സിൻ എടുക്കുന്നില്ല. തടയാൻ പറ്റുന്ന അസുഖങ്ങൾ തന്നെ വാക്സിനും കൊണ്ട് നമുക്ക് തടയാൻ പറ്റുമെങ്കിലും ചുരുക്കം ശതമാനം ആൾക്കാർ വാക്സിനേഷൻ എടുക്കുന്നില്ല എന്നുള്ളതും ഒരു വലിയ ഭീഷണിയായിട്ട് നിലനിൽക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വീടുകളിലുണ്ടാകുന്ന പ്രസവം, ഈ ജില്ലയിൽ മറ്റു ജില്ലകളെ കമ്പയർ ചെയ്ത് വരുന്ന സമയത്ത് ഈ ജില്ലയിൽ വീടുകളിൽ തന്നെ ഹോസ്പിറ്റലിൽ പോകാതെ പ്രസവിക്കുക, അതുപോലെ തന്നെ ബ്ലീഡിങ് ആകുക, മരിക്കുക, അങ്ങനെയുള്ളൊരു വിഷയം കൂടി ആരോഗ്യ മേഖലയിൽ നമുക്ക് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. കുട്ടികളായ ഞങ്ങൾക്ക് എന്ത് സന്ദേശമാണ് ഈ അവസരത്തിൽ നൽകാനുള്ളത്? ഈ അവസരത്തിൽ പറയാനുള്ളത്, നിങ്ങൾ പഠിക്കുക, അതോടൊപ്പം തന്നെ കളിക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആരോഗ്യ സംരക്ഷണത്തിന് പ്രാധാന്യം കൊടുക്കണം.
നമ്മൾ ഈ ബോധവൽക്കരണമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ആരോഗ്യ സംരക്ഷണത്തിന് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ നടപ്പിലാക്കുകയും ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റണം. പഠനം മാത്രമല്ല, പഠിക്കണം, കളിക്കണം, അതുപോലെ തന്നെ നിങ്ങൾ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടുന്നതായിട്ടുള്ള കാര്യങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കഴിക്കുക, എന്നുണ്ടാക്കിയ ഭക്ഷണം എന്ന് തന്നെ കഴിക്കുക, പരിസര ശുചിത്വം ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് മെയിനായിട്ട് ചെയ്യാനുള്ളത്. പിന്നെ കുട്ടികളോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഇപ്പോൾ ചെറിയ ക്ലാസ്സിൽ തന്നെ കുട്ടികൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയാകുന്നൊരു സാഹചര്യം നിലവിലുണ്ട്. അപ്പോൾ ഏതൊരാളായിരുന്നാലും പ്രത്യേകിച്ച് ചെറിയ കുട്ടികളാകുമ്പോൾ മുട്ടായിയൊക്കെ തന്നിട്ടായിരിക്കും ഈ മയക്കുമരുന്നിൻ്റെ ആൾക്കാർ, ലോബികൾ നിങ്ങൾ സമീപിക്കുന്നുണ്ടാവുക. അപ്പോൾ ഏതൊരു അപരിചിതരായിരുന്നാലും ശരി, നമുക്ക് വേണ്ടപ്പെട്ട ആരും അല്ലാത്ത ആൾക്കാർ മുട്ടായിയോ എന്തെങ്കിലും നമുക്ക് തരികയെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ വാങ്ങിക്കാൻ വേണ്ടി പാടില്ല. നമ്മളെ വീട്ടുകാർ തരികയാണെങ്കിൽ മാത്രം മേടിക്കുക, അധ്യാപകർ തരികയാണെങ്കിൽ മാത്രം മേടിക്കുക. പുറത്തുനിന്നുള്ള ഒരാൾ പോലും, ജസ്റ്റ് പരിചയമുള്ള ആളായിക്കോട്ടെ, ആൾ പോലും നമുക്ക് തരുന്ന മിഠായിയോ അങ്ങനെയുള്ള സാധനങ്ങളോ നമുക്ക് തന്നു കഴിഞ്ഞാൽ വേണ്ടാന്ന് പറയാനുള്ള, അല്ലെ വീട്ടുകാർ പറഞ്ഞിട്ടുണ്ടെന്നുള്ളതിൽ തന്നെ നമുക്ക് പറയാം, ഒരു മനോഗതി നമുക്കുണ്ടാകണം. നമ്മളെ വശത്താക്കാൻ വേണ്ടിയുള്ള മദ്യത്തിൻ്റെ, മയക്കുമരുന്നിൻ്റെ പല രൂപങ്ങളാണ് ഈ മിഠായി ആയിട്ടും മറ്റു രീതിയിലും നമ്മളെ അടുത്തേക്ക് വരുന്നുണ്ടാകുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് എല്ലാ സ്കൂളുകളിലും ഇതുപോലെ മയക്കുമരുന്നിന് ലോബികൾ അവരുടേതായ രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് തടയിടാൻ വേണ്ടി നമുക്ക് നല്ലൊരു തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ വേണ്ടി നമ്മൾ ചെറുപ്പന്നേ എന്താണ് ഇതിനെതിരായിട്ട് പ്രവർത്തിക്കാനും നമ്മൾ ആ ഒരു വലയിൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടിയും പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. നന്ദി ശ്രീ KM ശ്രീജിത്ത്. താങ്കളുടെ വിലപ്പെട്ട സമയം ചിലവഴിച്ചതിനും ആരോഗ്യ മേഖലയെക്കുറിച്ച് വിശദീകരിച്ചതിനും ഐഡിയൽ FM-ൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. മറ്റൊരു അതിഥിയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.